ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. അത് നോക്കൂ രതീഷ്, അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്നതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്ന പ്രചാരണമാണ് ഉണ്ടായിരുന്നത് എന്നല്ല. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു എന്ന് പറയുന്നതും സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രണ്ടും ഇ പി പറഞ്ഞിട്ട് ഇത് ഇ പിയുടേതായിട്ട് പുറത്തു വരുന്ന കാര്യം ഇ പിയുടേതല്ല എന്നാണ് ഇ പി പറയുന്നത്. എന്നിരുന്നാലും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നടന്നിട്ട് അത് മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും തോളത്ത് വെച്ചു കൊടുക്കുകയാണ് ഈ സെന്റൻസുകളിൽ തന്നെ. അതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത് താരതമ്യേന ദുർബലമാണ് എന്നല്ല, സർക്കാർ ദുർബലമാണ് എന്നതല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ വളർന്നു എന്നാണ് പറയുന്നത്. അതിന് താഴേക്ക് വന്നാൽ ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഈ കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പറഞ്ഞു വരുന്നത് തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടിമുതൽ മുടി വരെ ആവുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് അത് എത്തുന്നത്. അതായത് തിരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ അത് അടിമുതൽ മുടി വരെ വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ കൃത്യമായ വിമർശനം നേരിട്ട് ഉന്നയിക്കുകയാണ് ഇ പി ജയരാജൻ. അതിനിടയ്ക്ക് മാധ്യമങ്ങളുടെ പ്രചരണം, വലതുപക്ഷ പ്രചരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും LDF കൺവീനർ ആയിരുന്ന ആളാണ്. രണ്ടാം പിണറായി സർക്കാർ അതിലെ മന്ത്രിമാരെ ദുർബലരാണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണ് എങ്കിലും നാം തിരുത്തൽ വരുത്തും എന്നതിനെയും കൂടി ആശ്രയിച്ചിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ പി പറയേണ്ടത് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യമുള്ള ഈ പറയുന്ന മാധ്യമ വിമർശനത്തിലടക്കം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. പ്രയോഗിക്കുന്ന വാക്കുകൾ സംബന്ധിച്ച് കൃത്യമായ അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷനിലടക്കം നല്ല ബോധ്യമുള്ള ഒരാളാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇത് മുഴുവൻ എൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വീണ്ടും ആ വിമർശനങ്ങൾ വലിയ കാര്യമാവുകയും ചെയ്യുകയാണ്. അതിനിടയിൽ പാലക്കാട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ ഇടതുമുന്നണി പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഈ പറയുന്ന സ്വതന്ത്രർ PV അൻവറിന്റെ അടക്കം ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഈ പറയുന്ന സ്വതന്ത്ര പാർട്ടിക്ക് തലവേദന ആയിട്ടുണ്ട് എന്നതുകൂടി സൂചിപ്പിച്ചു പോകുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാകെ വരുന്ന വലിയ വിമർശനം മുൻ LDF കൺവീനറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ഈ പാർട്ടി ഈ സർക്കാർ ദുർബലരാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ തന്റെ അഭിപ്രായം തേടിയില്ല, അല്ലെങ്കിൽ തന്റെ വിശദീകരണം ചെവിക്കൊണ്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ തിരുത്താനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ കാരണം കൊണ്ടാണ് താൻ മാറ്റി നിർത്തപ്പെട്ടത് എന്ന വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുകയാണ്. ഫെലിക്സ് ഇ പിയുടെ അടുത്തേക്ക് എത്തിയോ? ഇ പിയുടെ പ്രതികരണം എന്താണ്? നേരത്തെ ഫോണിൽ ഫെലിക്സ് സംസാരിച്ചിരുന്നു. അപ്പോൾ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്ന മറുപടി ആയിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ ഇ പി ആയി നമ്മൾ ക്യാമറയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇ പി വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പുസ്തകം താൻ എഴുതിയിട്ടില്ല. ഇ പി പറയുന്നത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിന് മാത്രമല്ല, ഇതിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പോലും തെറ്റാണെന്ന് ഇ പി പറയുന്നു. അതായത് ഇങ്ങനെ ഒരു കാര്യം താൻ എഴുതിയിട്ടില്ല എന്ന് ഇ പി ഉറച്ചു പറയുകയാണ്. മാത്രമല്ല DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നു. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തുവിട്ടത് മാത്രമല്ല, അതിലുള്ള കണ്ടന്റുകളും തെറ്റാണ്. ഒപ്പം ഇ പി പറയുന്നത് ഇതിനെ പിന്നീട് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നൊരു ആരോപണം ഇ പി ഉയർത്തുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസവും സമാനമായ രീതിയിൽ ഇപിയുമായി ബന്ധപ്പെട്ട പരാമർശം ഇ പി തന്നെയാണ് നടത്തിയത്. അത് വിവാദമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് ഇ പി ജയരാജൻ തന്നെ പറയുകയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഇ പി ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. ഏതായാലും ഇ പി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് താൻ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടില്ല, താൻ DC ബുക്സിന് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള കരാർ നൽകിയിട്ടില്ല, എങ്ങനെ ഇത് വന്നു എന്ന കാര്യത്തിൽ തനിക്ക് പോലും അറിയില്ല എന്ന ന്യായീകരണമാണ് ഇ പി നടത്തുന്നത്.